കണ്ടോ, ഇതിൻ്റെ കായ് നമുക്ക് അച്ചാറിടാം. ഇതിൻ്റെ പഴം സൂപ്പറാണ് അച്ചാറിടാൻ. പിന്നെ ഇതിന് ഒരുപാട് തൈകളൊക്കെ ഉണ്ട്, വിൽപ്പനയ്ക്കുണ്ട്. നമുക്ക് തൈകളൊക്കെ ഒരുപാട് പ്രസക്തിയാണ്. 97 47 52 80 66 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്. നമ്മളിവിടുത്തെ ചേട്ടനോട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ബേബിച്ചേട്ടാ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേട്ടൻ പറഞ്ഞേ, ഈ ചെടിയെക്കുറിച്ചുള്ള. ഇതെന്ന് പറഞ്ഞാൽ മൂട്ടിപ്പഴം നമ്മുടെ കേരളത്തിലെ വനങ്ങളിലുള്ള പഴമാണിത്. കാട്ടുപഴമാണ്. അപ്പോൾ കാട്ടിൽ ഈ ചൂട് ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. മൂട്ടിലുണ്ടാകുന്നുണ്ട് മൂട്ടിപ്പഴം എന്ന് പറയുന്ന പേരാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മുകളിൽ വരെ പഴം ഉണ്ടാവുകയും ചെയ്യും. വനങ്ങളിൽ ഇപ്പോൾ ആ അടിഭാഗത്തെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മരങ്ങൾ ഇതിൽ 10-40 വർഷം മുമ്പ് ചേട്ടൻ കൊണ്ടുവച്ചാണിത്. അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ 4 വർഷം കഴിപ്പിക്കും കാച്ചായിരുന്നു. ഇതിന് ആൺമരം പെൺമരം ഉണ്ട്. ഇപ്പം ഇരിക്കുന്ന ആൺമരം, പെൺമരം. രണ്ടും വേണം, അടുപ്പിച്ചടുപ്പിച്ച് വേണം നടാൻ അല്ലേ? പോളിനേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പഴം ഉണ്ടാവും. പെൺമരം തന്നെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അടുത്ത് ആൺമരം ഇല്ലെങ്കിൽ അകത്ത് പൊള്ളയായിരിക്കും. കായ ഉണ്ടാവും, ആ പഴം ഇല്ലായിരിക്കും. അതുകൊണ്ട് ആൺമരം പെണ്ണ് രണ്ടും അടുത്ത് തന്നെ വേണം. ചെറുതേനീച്ചയൊക്കെ പോളിനേഷൻ നടക്കണേ. അപ്പോൾ ഇതിൻ്റെ തൈയൊക്കെ എങ്ങനെയാണ് വിതരണം? ഒരെണ്ണം എന്ത് വിലക്കൊക്കെ വിൽക്കുന്നത്? തൈ ഒറ്റ തൈ അല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പാക്കറ്റിൽ 2 തൈയാണ്, ആണും പെണ്ണും. ആണും പെണ്ണാണ്. ചില അവരും പാക്കറ്റിൽ 3 എണ്ണം കാണും. അങ്ങനെ അപ്പോൾ അത് ഒന്നിച്ച് തന്നെ വെച്ചാൽ മതി. അത് നിൽക്കുക നല്ലത്. പിന്നെ ഇതിൻ്റെ കായും കൊണ്ട് എന്താ പറയുക, എന്തൊക്കെ പ്രൊഡക്റ്റുകളോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു? അച്ചാർ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് വനത്തിലെ ഗോത്രവർഗ്ഗക്കാർ ഒത്തിരി മരുന്നുകളൊക്കെ ഉപയോഗിക്കണം. അതിൻ്റെ ഇപ്പോൾ ആയുർവേദത്തിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി ഡോക്ടർമാരും പറയുന്നുണ്ട്. പ്രമേഹ രോഗക്കാർക്കും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഒത്തിരി ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പല കുട്ടികളും ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗവേഷണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ നമ്മളിതിൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇല, വേര്, തണ്ട് എല്ലാം ഔഷധോഗ്യമാണ്, ഓരോരോ ഗുണങ്ങളായിട്ട്. അതിനൊക്കെ തെളിയിച്ച റിപ്പോർട്ടുകളിലൊക്കെ നമ്മുടെ ചാനൽ നോക്കി അറിയാൻ പറ്റുമല്ലോ. ഈ പ്രാവശ്യം മന്ത്രിക്ക് നമ്മുടെ സുരേഷ് ഗോപി സാറും ഒക്കെ വന്ന് ഇത് ചേട്ടൻ വാങ്ങിച്ചോണ്ട് പോയി അല്ലേ? അതങ്ങനെയല്ല, നമ്മൾ ഇത് ആദ്യം സുരേഷ് ഗോപി സാറ് ഞങ്ങൾക്ക് ഒരു തൈ വെച്ചിട്ട് പഴം കൊടുക്കണം. അപ്പം ഞങ്ങൾ പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു. പഴയ കൃഷിമന്ത്രി സുനിൽകുമാർ സാറിന് കൊടുത്തായിരുന്നു. അത് അന്ന് സുനിൽകുമാർ സാറിന് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് മണ്ണുത്തിയിൽ ഒരു പ്രൊഫസറുണ്ടായിരുന്നു, പ്രൊഫസർ LCM ആണ്. അവർ മുഖേന അവരിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മന്ത്രിനെ അറിയിച്ച്, അന്നത്തെ മന്ത്രിനെ അറിയിച്ച്. പിന്നെ കൃഷിമന്ത്രി അന്ന് 2019 വന്നായിരുന്നു. നമ്മൾ സുരേഷ് ഗോപി സാറിന് കൊടുക്കുന്ന രാജ്യം ഇത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസത്തിന് എത്തിയ സാധ്യതയുള്ളതാണ്. അത് തന്നെയല്ല ഗോത്രവർഗ്ഗക്കാർ പ്രയോജനം കിട്ടുന്നതാണ്. ഇത് അവർക്ക് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് കിട്ടുന്നത്. അപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ തൃശ്ശൂർ പോയി കൊടുക്കാനിരുന്നായിരുന്നു. അപ്പം അന്നേരം ഇങ്ങനെ മുലവെടുത്തൊരു യോഗമുണ്ട്, അപ്പോൾ അവിടെ വന്നാൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സുരേഷ് കുമാർ പറഞ്ഞത് പോവുകയത് പോയി കൊടുത്ത് ഞങ്ങൾ പഴവും കൊടുത്തു, അച്ചാറും കൊടുത്തു, ഒരു തയ്യും കൊടുത്തു. അതിന് ഇഷ്ടപ്പെട്ടു. നമ്മളതിൻ്റെ ഇത് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പോയതാണ്. അത് നല്ല കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇത് വേണ്ടുന്ന രീതിയിൽ നമുക്കിത് ഞാൻ ഇതിൻ്റെ അകത്ത് വിടാം. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം എന്ന് ഓർത്തുകൊണ്ട് വന്നതാണ്. ശരി, ഇത് പറഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞ വർഷം കൊടുത്തതാണ്. ചെറിയ തൈകൾ 2 മാസം കഴിഞ്ഞ് ആയേ ഉള്ളൂ. വലിയ തൈകളിരിക്കുന്നത് വലുത് പറഞ്ഞാൽ ഒരു പാക്കറ്റിൽ 500 തൊട്ട് 1000 പല റേറ്റിൽ വലിപ്പനുസരിച്ചാണ് അതിൻ്റെ വില. 4 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ അല്പം വ്യത്യാസം വരാറുണ്ട്. പിന്നെ ഈ മരങ്ങളിൽ വെക്കാൻ നമുക്ക് ഏത് വീട്ടിലും വെക്കാം. നമ്മൾ ഈ മരങ്ങളുടെ ഷെയ്ഡിൽ തണലിൽ വളരുന്ന മരമാണത്. വലിയ മരങ്ങളിൽ ചോലക്കകത്ത് റബ്ബറിൽ വെക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒരു 2019 കുറച്ച് മരങ്ങൾ വെച്ചായിരുന്നു. കഴിഞ്ഞ കൊല്ലം കാഴ്ച ഈ വർഷം വന്നു. അപ്പോൾ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ട് റബ്ബർ കായ്ക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
പിന്നെ ഔഷധഗുണത്തെ പറ്റി അറിയാനായിട്ട് ഇതിൽ കോട്ടക്കൽ ആരോഗ്യസ്ഥല ഡോക്ടർ കഴിഞ്ഞ കൊല്ലം ഈ മൂട്ടിപ്പഴത്തെ പറ്റിയൊക്കെ മാതൃഭൂമിയിൽ ആരോഗ്യമാസം എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി ഞങ്ങൾ പറയാനല്ല, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അത് നെറ്റിൽ നമ്മൾ ഇതിനെപ്പറ്റി ബെക്കേറിയ കോട്ടാലൻസിസ് എന്നാണ് ഇതിൻ്റെ ഇത് കൂട്ട് ശാസ്ത്രീയ നാമം, ബൊട്ടാണിക്കലായ. അപ്പം അത് അടിച്ചു വെക്കുമ്പോൾ ഇതിനെ പറ്റിയുള്ള മരുന്നിനെ പറ്റി അറിയാൻ പറ്റും. അതെ, പണ്ട് വനവകുപ്പിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വനത്തിൽ കയറിയൊന്നും എടുക്കാനോ ഒന്നും അർഹതയില്ലല്ലോ അല്ലേ? വനത്തിലുള്ളവർക്ക് ഗോത്രവർഗ്ഗക്കാർക്ക് മാത്രമേ അവർക്ക് അനുവാദമുള്ളൂ അവർക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇത് കൂടാതെ ഇതിന് കാട്ടിൽ വനത്തിലാണെങ്കിൽ വനത്തിലെ കാട്ടുമൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണമാണ്. ആന, കരടി, മാന്, അതുപോലെ എല്ലാത്തിനും കുരങ്ങനൊക്കെയാണ്. നാട്ടിൽ എന്നാൽ വലിയ ശല്യം ചെയ്യില്ല. നാട്ടിൽ വളരെ അപൂർവമായിട്ട് ഈ അണ്ണാൻ കുറച്ച് അല്ലാതെ ഭാവിൽ ഇങ്ങനെ കമ്പി വലയൊക്കെ ഇത് നമ്മൾ നെറ്റിട്ടാൽ നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ പഴം ഉണ്ടായാലും മറ്റേ ശല്യം ഉണ്ടാവുകയാണെങ്കിലും ചെറിയ നെറ്റിട്ടാൽ പൊതിഞ്ഞിട്ട് എളുപ്പമുണ്ട്. തടിയിൽ താഴ്ത്തരയിൽ ഉണ്ടാവുന്നത്. കളർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കളർ ഇപ്പോൾ കുറഞ്ഞതാണ്. പൊതുവേ ഇത് ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് പൂക്കുന്നത്. പൂത്ത് കഴിഞ്ഞൊരു 5-6 മാസം വേണം പഴുക്കാനായിട്ട്. പൂത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇരുണ്ട കളർ, ഒരു മുന്തിരി കളറാണ്. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ കളർ മാറുമ്പോൾ നല്ല ചുവപ്പിലേക്ക് വരും. ആ ചുവപ്പ് പിന്നെ പഴുപ്പ് കൂടുതലാകുമ്പോൾ ചുവപ്പിൻ്റെ കളച്ച് കുറയും, പക്ഷെ അതിന് മധുരം കൂടും. അപ്പോൾ ആര് വന്നാലും തൈയൊക്കെ ഓക്കെയാണ്. ചെറുതീൽ കുറവാണ്, വലിയ കൂടുതൽ. എന്നാ ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. ഓക്കെ.